അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി സഹപാഠികൾ തുടരുകയാണ്. അധ്യാപകർക്ക് സംരക്ഷണം ഒരുക്കുന്ന മാനേജ്മെന്റ് നടപടിക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. റാം അടക്കമുള്ള 3 അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ആശങ്ക അറിയിച്ച് രക്ഷിതാക്കളും ആരോഗ്യ സർവകലാശാലയെ സമീപിച്ചിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥി നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെളുത്ത കോട്ടഴിച്ചാണ് ക്യാമ്പസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധം അറിയിച്ചത്. ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിന്ന് ഹൌസ് സർജൻമാരും പ്രതിഷേധത്തിൽ പങ്കാളികളായി. നമ്മളിപ്പം റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. റിട്ടേൺ കംപ്ലൈന്റിൽ നമ്മൾ വെക്കുന്ന ഡിമാൻഡ്സ് റാം സാറിനെ ഡിസ്മിസ് ചെയ്യണം, എന്തിരുന്നാലും ഡിസ്മിസ് ചെയ്യണം. അതുപോലെ തന്നെ അലിഗേഷൻസ് വന്നേക്കുന്ന മറ്റ് 2 സ്റ്റാഫ്സ് അവരെ നമ്മുടെ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിൽ നമ്മുടെ കൺസേൺസിനെ അഡ്രസ് ചെയ്യാത്തവരാ. നമ്മുടെയും നല്ല നമ്മുടെ സ്റ്റാഫിന്റെയും. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾക്കറിയോ ആരാ മാനേജ്മെന്റ് എന്നുള്ളത്? നമ്മുടെ മാനേജ്മെന്റ് ആരാന്നറിയോ? ഇല്ല. ഇത്രയും വർഷം ഇപ്പൊ ഞാനിവിടെ 5 വർഷമായി പഠിച്ചു, എനിക്കറിയത്തില്ല ആരാ മാനേജ്മെന്റ് എന്ന്. അപ്പം ഇനിയും നമ്മുടെ നിതിൻ പോയി ഇനി ഒരു നിതിനെ ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അവർക്ക് വേണ്ടി. നിതിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും റാമിന് പുറമെ മറ്റു 2 അധ്യാപകരെയും പുറത്താക്കണമെന്നും സംഘടനാ സ്വാതന്ത്ര്യം ക്യാമ്പസിൽ വേണമെന്നുൾപ്പെടെ 5 ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകി. പ്രത്യേക ഇമെയിൽ ID ഉണ്ടാക്കി വിദ്യാർത്ഥി യൂണിയൻ കൂടുതൽ പരാതികളും ശേഖരിച്ചു തുടങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളും ആരോഗ്യ സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഡോക്ടർ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കളും രംഗത്ത് വന്നു. കോളേജിലേക്ക് പട്ടികജാതി ക്ഷേമ സംരക്ഷണ സമിതി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂർ എടക്കാടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐയും അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗും മാർച്ച് നടത്തി. അന്വേഷണ സംഘവും യുവജന കമ്മീഷനും കോളേജിലെത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തി. ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണ സംഘം നാളെ കോളേജിലെത്തി തെളിവെടുക്കും. അമൃത ന്യൂസ്, കണ്ണൂർ.